ചിന്നക്കനാലിൽ ആദിവാസികളുടെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള നടപടി ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ദേവികുളം സബ് കളക്ടറെയും റേഞ്ച് ഓഫീസറെയും ചിന്നക്കനാൽ പഞ്ചായത്തിനെയും കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശം. ചിന്നക്കനാൽ പ്രാഥമിക വനവിജ്ഞാപനത്തിൽ വനംവകുപ്പിന് അധികാരമുണ്ടോ എന്നതിൽ കൂടുതൽ പരിശോധന വേണമെന്നും കോടതി. വനംവകുപ്പ് അധികാരം സ്ഥാപിക്കുന്ന ഭൂമി നിയമ പോരാട്ടത്തിലൂടെ ആദിവാസികൾക്ക് തിരികെ നൽകുമെന്ന് അതിജീവന പോരാട്ട വേദിയും പ്രതികരിച്ചു. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു ചിന്നക്കനാൽ 301 കോളനിക്ക് സമീപത്തുള്ള 3 ആദിവാസി കുടുംബങ്ങൾക്ക് KSEB വൈദ്യുതി എത്തിച്ചു നൽകിയത്. തൊട്ടുപിന്നാലെ പ്രാഥമിക വനവിജ്ഞാപനം ഇറങ്ങിയ ഭൂമിയിലൂടെ വൈദ്യുത ലൈൻ വലിച്ചു എന്ന ആരോപണമുന്നയിച്ച വനംവകുപ്പ് രംഗത്തെത്തി. ആദിവാസി കുടുംബങ്ങൾക്ക് KSEB നോട്ടീസ് നൽകി. ഇതോടെയാണ് വൈദ്യുതി വിച്ഛേദിക്കാതിരിക്കുന്നതിനെതിരെ അതിജീവന പോരാട്ട വേദിയുടെ സഹായത്തോടെ ആദിവാസി കുടുംബങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിലാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെയും ദേവികുളം സബ് കളക്ടറെയും ദേവികുളം റേഞ്ച് ഓഫീസറെയും കക്ഷി ചേർക്കുവാൻ കോടതി നിർദ്ദേശിച്ചത്. അടുത്തയാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും. ഇക്കാര്യത്തിൽ റേഞ്ച് ഓഫീസറുടെ നടപടി തെറ്റായിപ്പോയി എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ് കളക്ടറെ കക്ഷിയാക്കിക്കൊണ്ട് അടുത്ത ചൊവ്വാഴ്ച കേസ് വീണ്ടും കേൾക്കും. അതിൽ കൃത്യമായ ഒരു നിലപാട് കോടതിയിൽ നിന്നുണ്ടാകുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ആദിവാസികൾക്കായി വിതരണത്തിന് മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി വനഭൂമിയാക്കി പ്രാഥമിക വിജ്ഞാപനം നടത്തിയതിൽ വനംവകുപ്പിന് അധികാരമുണ്ടോ എന്നതിൽ കൂടുതൽ പരിശോധന വേണമെന്ന കോടതി നിരീക്ഷിച്ചു. നിയമ പോരാട്ടത്തിലൂടെ ആദിവാസികളുടെ ഭൂമി തിരിച്ചു കൊടുക്കുവാൻ കഴിയുമെന്നാണ് അതിജീവന പോരാട്ട വേദിയുടെ നിലപാട്. ഈ ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന നടപടിയെ എതിർക്കുക മാത്രമല്ല, ഈ 4000-ഓളം വരുന്ന ആദിവാസികൾക്ക് ഇനിയും ഭൂമി ലഭിക്കാനുണ്ട്. ആ ഭൂമി ലഭിക്കേണ്ടവർക്ക് നൽകാതെ ഒഴിവുള്ള റവന്യൂ ഭൂമികൾ വ്യാപകമായി വനവൽക്കരിക്കുന്ന നിലപാടിനെ ശക്തമായി കോടതി വഴി എതിർക്കും. അതോടൊപ്പം ജനകീയ പോരാട്ടങ്ങളും ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2023 ചിന്നക്കനാലിൽ പ്രാഥമിക വനവിജ്ഞാപനം ഇറക്കിയത്. 2008 മറ്റ് 2 കുടുംബങ്ങൾക്ക് ഇവിടെ വൈദ്യുതി എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇവരെ കുടിയൊഴിപ്പിക്കുവാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് വനംവകുപ്പ് വിജ്ഞാപനം ഇറക്കിയത്. ഇതിനുശേഷം സെറ്റിൽമെന്റ് ഓഫീസറായി സബ് കളക്ടറെ നിയമിച്ചിട്ടുണ്ടെങ്കിലും സബ് കളക്ടർ അറിയാതെയാണ് ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കുവാൻ റേഞ്ച് ഓഫീസറുടെ ഇടപെടലുണ്ടായത്. കോടതി ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആദിവാസി കുടുംബങ്ങൾ. റിപ്പോർട്ടർ, ഇടുക്കി.